ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്കെല്ലിസം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളിന്ന് പറയാൻ വരുന്നത് നമ്മൾ ഗ്ലൗസും കാര്യങ്ങളും അങ്ങനെ ഒരു റൈഡിങ് വേഷത്തിലൊന്നല്ല, നമ്മൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിന് എല്ലാത്തിനും സൗണ്ട് കൊല്ലാൻ പോകുക എന്നുള്ളത്. അതായത് ഇത് പ്രാബല്യത്തിൽ വരാൻ പോണത് അടുത്ത വർഷം മുതലാണ്. അതായത് 2026 ഒക്ടോബർ 1 തൊട്ടിട്ടാണ് ഇവരിത് കൊല്ലാൻ വരുന്നത്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനും പലവട്ടം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മീൻസ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് അല്ലെങ്കിൽ EV വെഹിക്കിൾസിന് ഈ സൗണ്ട് ഇല്ലാത്തത് കാരണം കുറേ ഇഷ്യൂസ് അതിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ തന്നെ പലവട്ടവും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആക്സിഡൻ്റ് ആവാൻ പോയിരുന്നു. അത് ഈ വണ്ടികളുടെ കുറ്റമാവില്ല, പകരം ഇത് ഓടിക്കുന്ന ആൾക്കാരുടെ കുറ്റമായിരിക്കും. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഞാൻ പലവട്ടം ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് ഈ ഹോൺ അടിക്കാതെ. അതായത് ഒന്നാമത്തെ കാര്യം, ഈ ഒരു വണ്ടിക്ക് വലിയ സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ ഇവർ ഈ ഹോൺ അടിക്കാതെ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ മിറർ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും മിററിൽ നോക്കണമെന്ന്. ഞാൻ എന്നുള്ള ഒരാൾ എപ്പോഴും മിററിൽ നോക്കി കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ്, റൈഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ മിററിലുമുണ്ട് ഒരു എന്താ പറയുക ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയണത്. അതായത് നമുക്ക് മിറർ നോക്കിയാലും മിററിലുമുണ്ട് കുറച്ച് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യം അടുത്ത് വന്ന ഒരു വണ്ടിക്ക് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് പറയാൻ വരണത് ആ ഒരു കാര്യമാണ്. അതായത് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു EV വണ്ടികളെ പറ്റിയിട്ട്. കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഞാൻ ബാംഗ്ലൂരൊക്കെ റൈഡ് ചെയ്തിരുന്ന ടൈമിലും ഈ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ ഒന്നും മനസ്സിലാവില്ല. അതായത് ഈ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ടെന്നോ ഓവർടേക്ക് ഉണ്ടോ. ചില ടൈമിൽ നമ്മൾ വേറൊരു ഫ്രണ്ടിലുള്ള വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോഴാവും ഇത് ഇടയിൽ കൂടെ കയറി പോവുക. അപ്പോൾ ആ ഒരു ടൈമിൽ പലവട്ടം ആക്സിഡൻറ്റ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അത് അവർ കാരണം. അത് ഞാൻ ഈ ഒരു വണ്ടീനെ പറ്റിയല്ല പറയണത്. ഞാൻ ഈ EVനെ അങ്ങനെ തികച്ചും ആക്ഷേപിച്ച് നടക്കുന്ന ഒരാളൊന്നല്ല. കാരണം എന്താ വെച്ചാൽ ഒരു നോർമലി ഒരു ഡെയിലി യൂസിന് അല്ലെങ്കിൽ ഒരു ഓഫീസ് യൂസിനൊക്കെ പോണ ആൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് EV. ഞാനതിനോ കാര്യം പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഡെയിലി പോകണം, നമുക്ക് പെട്രോൾ അടിച്ച് പോണതിനേക്കാളും നല്ലത് ഈ ഒരു EVയിൽ പോണതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ EV തന്നെയാണ് ബെറ്റർ ഡെയിലി യൂസ് ആണെങ്കിൽ. പക്ഷേ എനിക്കത് അധികം വലിയൊരു താല്പര്യമില്ല. എന്നാൽ പോലും ഡെയിലി യൂസ് നോക്കുമ്പോൾ നമുക്ക് EV തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഇനി ഒക്ടോബർ 1 മുതൽ കൊല്ലാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AVAS പറഞ്ഞൊരു സിസ്റ്റമാണ്. അതായത് അക്വാസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം എന്നാണ് ഇതിനെ പറയുക. അതായത് ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സ്പീഡിൽ, അതായത് ഒരു 20 km/h അല്ലെങ്കിൽ അതിലും താഴെ പോണ വണ്ടികൾക്ക് ഒരു പ്രത്യേക തരം ആർട്ടിഫിഷ്യൽ സൗണ്ട് ഈ വണ്ടികൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പോൾ കറൻ്റ് വന്നൊരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി N ആൻഡ് കാറ്റഗറി M-ലാണ് ഈ ഒരു സംഭവം വരാൻ പോണത്. അതായത് നിങ്ങളുടെ ഏതറിലോ ഒലയിലോ ഒന്നും വരാൻ പോകണമെന്നില്ല. കാറ്റഗറി N കാറ്റഗറി M പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു കരിയർ വെഹിക്കിൾസ് അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾസ് ഇതിലൊക്കെയാണ് ഈ ഒരു സംഭവം ഇനി വരാൻ പോണത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഫാക്ടറിയിൽ ബിൽഡിങ്ങിലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ ഇപ്പോൾ ഇത് വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് 1 വർഷം കൂടി ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് 2026 ഒക്ടോബർ 1 ഇറക്കണ എല്ലാ വണ്ടികൾക്കും വേണമെന്ന് പറയണത്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ മുമ്പേ ഇറങ്ങണ ഒരു വണ്ടി ആ ഒരു സംഭവം ഫിറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ 1 വർഷം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2027 ഒക്ടോബർ 1 ആക്കി കൊടുക്കും. പിന്നെ അതിൽ ഇപ്പോൾ ഇല്ലാത്ത വണ്ടികളിൽ, അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതിനെപ്പറ്റി ഇന്ന് കുറേ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കുള്ളൊരു ഡൗട്ടാണ്, അപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ മീൻസ് കറൻ്റ് ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉള്ള വണ്ടികളിൽ നോർമലി ഇതേപോലെ പോട്ടെ, ഇനിയുള്ള വണ്ടികളിൽ അത് കൊല്ലണം എന്നാണ്. പക്ഷേ എന്നാൽ പോലും മീൻസ് നമ്മൾ ഒരു വെബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അതിനും ഒരു മാറ്റം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് എന്നുള്ളൊരിതിക്കും ഉണ്ടായിരിക്കും. അതിനുറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണ EVയിലടക്കം ചിലപ്പോൾ വെക്കണം എന്ന് പറഞ്ഞുള്ള നിയമവും വരാം. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നതാണ്. ഇത് വളരെ നല്ലൊരു സംഭവമാണ്. കാരണം ഒരു ഓവർടേക്കിംഗ് ഒക്കെ സമയത്ത് വേറൊരു വണ്ടികൾക്ക് ഏറ്റവും ബെറ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മിററിലാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ സൗണ്ട്. അതും ഒരു 20 കിലോമീറ്റർ ഡൗണിലാണ് ഇത് ഇവർ പറയുന്നത്. അതൊരു ഇനീഷ്യലിലൊക്കെയാണ് ഈ ഒരു സൗണ്ട് വരുള്ളൂ. പിന്നെ അതിൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, ഓണാക്കാം. അത് എന്തൊക്കെ അതിന് പരിപാടികളുണ്ട്, അതായത് എന്തോ സമയം കൊണ്ടോ അങ്ങനെ എന്തൊക്കെ വാർണിങ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഈ ഒരു ഇൻഫോർമേഷൻസിൽ. അപ്പോൾ ഇങ്ങനെ മോട്ടോ വ്ളോഗ്സ് അല്ലെങ്കിൽ മോട്ടോ മീൻസ് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഐ മിസ്കെ. ബൈ ബൈ ഗൈസ്.